Hi friends, welcome back to another episode of Kenzatex. My name is Russell Farhan. ഞാനും നിങ്ങളുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു വളരെ വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്. നമ്മൾ വാട്സപ്പിൽ ഇപ്പോൾ സ്റ്റാറ്റസുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട്, മറ്റുള്ളവരുടെ സ്റ്റാറ്റസുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മറ്റു പല ഓപ്ഷൻസിനായിക്കൊണ്ട് ടെക്സ്റ്റുകൾ നമ്മൾ അയക്കുന്ന ടെക്സ്റ്റുകൾ വളരെ മോഡലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പലതിനുമായിട്ട് നമ്മൾ പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് VA ബോക്സ് എന്നാണ്, അഥവാ വാട്സപ്പ് ബോക്സ് എന്നും നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ ഒരുപാട് ഫ്യൂച്ചറുകൾ അവൈലബിൾ ആയി കിട്ടും. എന്തൊക്കെയാണ് എന്നും നമുക്ക് ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഈ ഒരു ലൈക്കാണ് ഞങ്ങളെ എല്ലാവിധ സപ്പോർട്ടും. അപ്പോൾ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് ഞാൻ ഈ സൈഡിൽ സ്ക്രീൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഇതായി വരും. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ കാണുന്നുണ്ടാവും വളരെ നല്ലൊരു ഡിസൈൻ ആയിക്കൊണ്ടൊരു ആപ്ലിക്കേഷൻ വരുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആദ്യമായിക്കൊണ്ട് വ്യൂ ഡിലീറ്റഡ് മെസ്സേജസ് എന്ന്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഒരുപാട് ചാറ്റുകളായാലും ഗ്രൂപ്പുകളായാലും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് അവർ നമുക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, അതായത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നലെ എനിക്കൊരാൾ അയച്ച മെസ്സേജ്, ആ മെസ്സേജ് എത്ര മണിക്കാണ് അദ്ദേഹം അയച്ചത് എന്നും ആ ഒരു മെസ്സേജ് എത്ര മണിക്കാണ് ഇവിടെ ഹായ് എന്ന് ഒരു ആൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഒരു മെസ്സേജ് ഡിലീറ്റ് ആക്കി. കൃത്യമായി നിങ്ങൾക്ക് സൈഡിൽ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഡിലീറ്റ് ആയ മെസ്സേജുകൾ എങ്ങനെ നമുക്ക് നമ്മുടെ വാട്സപ്പിൽ ഡിലീറ്റ് ആയിപ്പോയ മെസ്സേജുകൾ എങ്ങനെ നമുക്ക് ഫോണിൽ കാണാൻ സാധിക്കുമെന്ന്. വളരെ നല്ലൊരു ഫ്യൂച്ചറാണ് ഇത്. അതുപോലെ നിങ്ങൾക്ക് രണ്ടാമതായിക്കൊണ്ട് സ്റ്റാറ്റസ് സേവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ സെറ്റൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലായിക്കൊണ്ട് ഇതിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ വാട്സപ്പ് വെബ് എന്നടിയിൽ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ വാട്സപ്പ് വെബ് QR കോഡ് സ്കാൻ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ഇതിലൂടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് ആയിക്കൊണ്ട് വാട്സപ്പ് ക്ലീനർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ അണ്ടർസ്റ്റാൻഡ് സ്വൈപ്പ് ടു ക്ലീൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് ക്ലീൻ ആവുന്നതാണ്. ഇങ്ങനെ ക്ലീനായി വരുന്നതാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക, നമ്മളെ വാട്സപ്പ് ക്ലീൻ ആയിട്ടുണ്ടാകും. അടുത്തൊരു ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ ഫേക്ക് ചാറ്റ് ആൻഡ് കോൾ. ഇതിനെക്കുറിച്ച് ഇതിന് വേണ്ടി ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫേക്ക് കോളായാലും ചാറ്റുകളായാലും ഇതിലും സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ അടിയിലായിക്കൊണ്ട് നമുക്കൊരു മറ്റൊരു ഫ്യൂച്ചർ കാണാൻ സാധിക്കും ഡയറക്റ്റ് മെസ്സേജ് എന്ന്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ മെസ്സേജ് അയക്കേണ്ടത്, അതായത് നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൽ ഇപ്പോൾ വാട്സപ്പിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട്സ് നമ്മൾ സേവ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ നമ്പർ ആണെങ്കിൽ ഞാൻ റസൽ എന്ന് സേവ് ചെയ്ത ശേഷം വാട്സപ്പിൽ പോയി മെസ്സേജ് അയക്കണം. അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ കോൺടാക്റ്റ് സേവ് ചെയ്യാതെ നമ്മൾക്ക് എങ്ങനെ മെസ്സേജ് അയക്കാം, അതിനുള്ളൊരു ഫ്യൂച്ചറാണിത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എൻ്റർ മെസ്സേജ് എന്ന്. അതായത് ഞാനിവിടെ ഹായ് എന്ന് അയച്ചു കഴിഞ്ഞാൽ ഹായ് എന്നടിച്ച് അടിയിൽ നമ്പർ കാണാൻ സാധിക്കും. ആ ഒരു നമ്പർ ഞാൻ റെഡിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്പർ കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് സേവ് ചെയ്യാതെ തന്നെ മെസ്സേജ് ആ ഒരു നമ്പറിലേക്ക് പോകുന്നതാണ്. അതിൻ്റെ അടിയിലായിക്കൊണ്ട് നമുക്ക് ടെക്സ്റ്റ് റിപ്പീറ്റർ എന്ന് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ലൈൻ ന്യൂ ലൈൻ ഓഫ് എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കണം. ഇനി റിപ്പീറ്റഡ് ടെക്സ്റ്റ് എന്നിവിടെ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ഹായ് എന്നടിച്ചു കൊടുക്കുകയാണ്. എന്താണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുക. നമ്പർ ഓഫ് റിപ്പീറ്റ് ടെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ 33 അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ റിപ്പീറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ 33 റിപ്പീറ്റായി വരുന്നതാണ്. അതായത് ഞാൻ ഓട്ടോ ക്ലിക്കറിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിലിട്ടിരുന്നു വാട്സപ്പിൽ. നമുക്ക് മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ വേണ്ടി അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കോപ്പി ചെയ്ത് വാട്സപ്പിൽ പോയിക്കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് അയക്കാനും സാധിക്കുന്നതാണ്. വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. അടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും ടെക്സ്റ്റ് ടു ഇമോജി എന്ന്. ആ ഒരു ടെക്സ്റ്റ് ടു ഇമോജി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ്സ് വീണ്ടും വരുന്നുണ്ട്. ആഡ്സിൻ്റെ ചെറിയ വിഷയം ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ആഡ്സ് നമുക്ക് ക്ലോസ് ചെയ്യാം.
ടെക്സ്റ്റ് ടു ഇമേജ്, അതായത് നമുക്ക് എന്താണോ ടെക്സ്റ്റ് ചെയ്യേണ്ടത്, അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ റസൽ എന്ന് തന്നെ എൻ്റെ പേര് തന്നെ അടിക്കുകയാണ്, റസൽ. എന്നിട്ട് ഏത് ഇമോജിയാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഇമോജി സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രൂപത്തിലേക്ക് ആ ഒരു ഇമോജി സ്റ്റൈലിൽ നമുക്ക് മാറിക്കിട്ടുന്നതാണ്. വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇവിടുന്ന് കോപ്പി ചെയ്യാൻ നമുക്ക് വാട്സപ്പിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് അയക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഷെയ്ക്ക് ടു ഓപ്പൺ എന്നുള്ളൊരു ഫ്യൂച്ചർ ഉണ്ട്. അത് നമ്മൾ ഓപ്പൺ ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പം വളരെ നല്ലൊരു ഫ്യൂച്ചർ തന്നെയാണ്, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതുപോലെ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ഗാലറിയിലേക്ക് പോകാനുള്ള ഓപ്ഷനും ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ കൊണ്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ